ഡിവോഴ്സിന് ഞാൻ ശ്രമിച്ചിട്ട് അതിന് പിടി തരാതെ എന്റെ കുഞ്ഞിനെ കൊണ്ട് അവളെ രക്ഷപ്പെടാൻ നോക്കിയത്. പേരും കള്ളിയല്ലടാ അവള്. ആജീവനാന്ത അവളുടെ ഭർത്താവെന്ന ഭാരം ഞാൻ ചുമക്കണോ? എന്റെ കുഞ്ഞിനെ മാത്രമല്ല അവൾ കൊണ്ടുപോകാൻ നോക്കിയത്, എന്റെ ജീവിതം കൂടിയാ. അർച്ചനയും ഞാനും ഒന്നിച്ച് ജീവിക്കരുത്, അതായിരുന്നു അവളുടെ മനസ്സിൽ. ഡിവോഴ്സ് വാങ്ങിയിട്ടാണ് പോകാൻ നോക്കിയതെങ്കിൽ കുഞ്ഞിനെ സ്വന്തമാക്കാനെന്ന് പറയാമായിരുന്നു. ചതി അവള് ചെയ്തത്, വൻ ചതി. എന്നിട്ട് സ്വന്തം വീട്ടിൽ കയറിയിരിക്കുന്ന അവളെ ഞാൻ ചെന്ന് കാണരുതെന്ന്. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നടാ? എടാ, അവളുടെ ഈ പാഴ് ശ്രമം മതി അവളിൽ കോടതിക്ക് സംശയം ഉണ്ടാവാൻ. കോടതി നിയമക്ക് അതിന്റെ വഴിക്ക് പോട്ടെ. ഞാനും അതും തമ്മിൽ ഒരു ബന്ധവുമില്ല. നീ എന്തു പറഞ്ഞാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. സുധി, നീ ഒന്ന് അടങ്ങ്. ധൃതി പിടിച്ചൊരു തീരുമാനമല്ല ഇപ്പോൾ എടുക്കേണ്ടത്. ഒരു ഒച്ചപ്പാട് ഉണ്ടാക്കണമെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. കേട്ടിട്ട് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അർച്ചനയുടെ കുഞ്ഞുമായി സുധിയെ പോലും വഞ്ചിച്ച് അവൾ രക്ഷപ്പെടുക. ഞാൻ അനുഭവിച്ച വേദന മാഡം ഒന്ന് ഓർത്തു നോക്ക്. അവള് പോവെന്ന് വിശ്വനാഥൻ സാറിനൊരു സൂചന കിട്ടിയിരുന്നു. CI ഫൈസലല്ലേ അവളെ പിടികൂടിയത്? അതെ, ഞാൻ ആ മനുഷ്യനെ വെറുതെ തെറ്റിദ്ധരിച്ചു. അവൾക്ക് സഹായം ചെയ്തു കൊടുത്തത് ഫൈസൽ സാറാണെന്ന് കരുതി ഞാൻ മോശമായിട്ട് സംസാരിച്ചു. ആ സമയത്ത് ആരുടെയും സമനില തെറ്റിപ്പോവും. ഏതായാലും പിടികൂടാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ ഭാഗ്യം. ഇതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. നിരഞ്ജനയ്ക്ക് അനുകൂലമായി ഫൈസൽ ഇനി ഒരു തീരുമാനം എടുക്കില്ല. അവളും അയാളും തമ്മിൽ ശത്രുതയിലാവും. മറ്റൊന്ന്, നിരഞ്ജന നടത്തിയ ശ്രമം അർച്ചനയ്ക്ക് കേസിന് ഗുണകരമാവും. സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകാൻ അവളെന്തിനു വളഞ്ഞ വഴി തേടണം? വിസയും ടിക്കറ്റും ഓക്കെ ആണെങ്കിലും രഹസ്യമായിട്ടല്ലേ അവളതിന് ശ്രമിച്ചത്. കുഞ്ഞ് അവളുടെ കയ്യിലുണ്ടെന്ന് അർച്ചന മനസ്സിലാക്കിയതു മുതൽ രക്ഷപ്പെടാൻ അവൾ പഴുതു തേടിയെന്ന് ഇനി ആർക്കും ഊഹിക്കാൻ കഴിയാത്തത്. എല്ലാം നല്ലതിന് അർച്ചനെ. ആദ്യം കുറച്ച് തീ തിന്നെങ്കിലും കുഞ്ഞിനെ അർച്ചനയ്ക്ക് തന്നെ കിട്ടുമെന്നതിന്റെ സൂചനയാ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എല്ലാം ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. കോടതിയിൽ പോവാൻ ഒരു ദിവസം വൈകിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടേനെ. അർച്ചനയ്ക്ക് മാത്രമല്ല, സുധിക്കും അതൊരു നഷ്ടാവുമായിരുന്നു. അർച്ചന വാ, നമുക്കൊരു കപ്പ് ചായ കുടിക്കാം. പോകാൻ തിടുക്കുണ്ട്. വീട്ടിലാരും ഒന്നും അറിഞ്ഞിട്ടില്ല. വാ. ആ, സുധി വന്നല്ലോ വിശ്വേട്ടാ. എവിടെ വെച്ചാ അവളെ പിടികൂടിയത്? ബൈപ്പാസിൽ വെച്ചാ. ഫൈസി അവളെ തടഞ്ഞത്. അവളെ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഫൈസിയെ സംശയിച്ചതാ. പക്ഷേ അവൻ നെറികേട് കാണിക്കില്ലെന്ന് ഒരിക്കൽ കൂടെ ബോധ്യപ്പെട്ടു. പക്ഷേ ഈ കുടുംബത്തിലെ ഒരുത്തൻ തന്നെ നെറുകേട് കാണിച്ചില്ലേ? എനിക്കറിയാൻ വയ്യാഞ്ഞൊരു ചോദിക്കുക, ശബരിക്ക് ഈ നിരഞ്ജന ആരാ? അവനെല്ലാം അറിയായിരുന്നമ്മേ. എന്റെ പിന്നാലെ അവൻ നടന്നിരുന്നത് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയായിരുന്നു. നാണം കെട്ടവൻ. അവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. മോനെപ്പറ്റി നടരാജൻ ഇപ്പോൾ ഒരു അക്ഷരം പറയാനില്ല. നടരാജൻ മാമയുടെ മൗനസമ്മതം കൂടി ഉണ്ട് ഇക്കാര്യത്തില്. ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങൾ എങ്ങനെയൊക്കെ സമർത്ഥിച്ചാലും ഞാനത് വിശ്വസിക്കില്ല. വെറുതെ സംശയിച്ചിട്ട് കാര്യമില്ല. ഈ കാര്യത്തിൽ നടരാജൻ നിരപരാധിയാ. ഇങ്ങനെ ഒരു വിവരം എന്റെ കാതിലെത്തിച്ചത് തന്നെ നടരാജനാ. ചതിക്കാനാണെങ്കിൽ നടരാജൻ അതിന്റെ കാര്യമുണ്ടോ? അതെ മോനെ, ഏട്ടൻ മൗനം പാലിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അവൾ ഫ്ലൈറ്റിലിരുന്നേനെ. അവളെ തടഞ്ഞത് ഫൈസി തന്നെ ആയത് എന്തുകൊണ്ടും നന്നായി. അതെനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നിട്ടിപ്പോ അവൾ എവിടെയുള്ളത്? സ്റ്റേഷനിലേക്കൊന്ന് പോകാന്ന് കരുതിയതാ ഞാൻ. നീ ഇപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. ഈ കാര്യത്തിൽ വേറെ നിയമ നടപടി സ്വീകരിക്കാനൊന്നും പോലീസിന് കഴിയില്ല. കോടതി സമൻസ് വെച്ച അവളെ തടഞ്ഞതും തിരിച്ചയച്ചതും. ഈ സംഭവത്തോടെ നിരഞ്ജനയുടെ പാസ്പോർട്ട് കോടതി സറണ്ടർ ചെയ്യിപ്പിക്കും. അവരുടെ യാത്രയെപ്പറ്റി എനിക്ക് വ്യക്തമായ സൂചന കിട്ടിയതാ. ഏതറ്റം വരെ പോകുമെന്ന് ഞാനും ഒന്ന് നോക്കി.
ഇറങ്ങിയതുപോലെ കുഞ്ഞുമായിട്ട് അവളിപ്പോ വീട്ടിൽ ചെന്ന് കയറിയിട്ടുണ്ടാവും. ഇനിയെങ്കിലും കുഞ്ഞിനെ അർച്ചനയ്ക്ക് വിട്ടുകൊടുത്ത് ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ആ, ചിലപ്പോൾ അത് തന്നെ സംഭവിക്കും. ശ്ശോ, നശിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. ഞാൻ ഫൈസിയെ കാത്തിരിക്കായിരുന്നു. എങ്കിലും അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. കേട്ടത് മുതൽ ഉള്ളിലൊരു വിങ്ങല. അവളെ തടഞ്ഞു നിർത്താനുള്ള യോഗവും എനിക്ക് തന്നെ ഉണ്ടായി. രക്ഷപ്പെട്ടു പോകാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും താല്പര്യം എടുക്കില്ലായിരുന്നു. പക്ഷേ അവളെ എയർപോർട്ടിൽ വെച്ച് പോലീസ് തടയുമായിരുന്നു. സ്ഥലം വിട്ടു പോകാൻ ഉദ്ദേശമുണ്ടോന്ന് പലതവണ ഞാൻ അവളോട് ചോദിച്ചതാ. അതിൽ നിന്നെല്ലാം അവൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി. ഏറ്റവും ഒടുവിൽ അവൾ പറഞ്ഞത് പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമനം കിട്ടുമ്പോൾ ഞാൻ എന്തിനു പോണമെന്നാ. എനിക്കതിൽ വിശ്വാസവും തോന്നി. പക്ഷേ അവൾ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. അർച്ചന ആലീസാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവൾക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടമായി. ഇന്നത്തെ പ്രശ്നം കൂടി ആയപ്പോൾ നമ്മളെ അവൾ ശത്രുക്കളായിട്ടേ കാണും. നമുക്ക് എന്ത് ചെയ്യാനാവും? ഫൈസി സ്വന്തം ഡ്യൂട്ടി ചെയ്തു. ഉം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ അവളെ തടഞ്ഞേനെ. അർച്ചന കേസ് ഫയൽ ചെയ്ത വിവരവും നമ്മൾ അറിയാതെ പോയി. ഉം. അതറിഞ്ഞെങ്കിൽ അവളെ മുൻകൂട്ടി അറിയിക്കായിരുന്നു. നമ്മൾ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തോ അതൊക്കെ നമുക്ക് തന്നെ വിനയായി. നിരഞ്ജനയും ശത്രുവായി, അർച്ചനയും വിരോധിയായി. ഇനി കേസിന്റെ നാളുകളാ വരാൻ പോകുന്നേ. രണ്ടു കൂട്ടർക്കും ഫൈസിയെ വിട്ടുകളയാൻ പറ്റില്ല. അർച്ചന വന്ന് കാണുമ്പോ ഉടനെ അവൾ കോടതി കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വിശ്വനാഥ് സാറാണ് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. നിരഞ്ജന പുറത്തു പോകുമെന്ന് എങ്ങനെയോ മണത്തറിഞ്ഞിരുന്നു. അർച്ചന മുമ്പും ഒരു വക്കീലിനെ കണ്ടതാ. ഇതിനെല്ലാം കാരണം നിരഞ്ജന തന്നെയാണ്. അന്ന് അവൾ കുഞ്ഞുമായി രാത്രി ഇറങ്ങി പോകാതിരുന്നെങ്കിൽ ആർക്കും ഒരു സംശയവും തോന്നാതെ ഇപ്പോ അവൾക്ക് കുഞ്ഞുമായിട്ട് രക്ഷപ്പെടാമായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് അർച്ചനയെ ശരിക്കും അധിക്ഷേപിച്ചല്ലേ? തെറ്റ് ചെയ്തിട്ടും അർച്ചനയുടെ മുൻപിൽ ഒരു ക്ഷമാപണം നടത്തുന്നതിന് പകരം അവളെ അപമാനിക്കാനാണ് നിരഞ്ജന ശ്രമിച്ചത്. അതിലും കലിയടങ്ങാതെ സ്റ്റേഷന് പുറത്തു വെച്ചും അവളെ കടന്നാക്രമിച്ചു. കേസ് ഒരു കോംപ്രമൈസിൽ എത്തിക്കാനല്ല നിരഞ്ജന ശ്രമിക്കുന്നത്. ഒയ്യാർത്ത് ചെന്ന് അവളെ ഒന്ന് കാണുന്നുണ്ട്. പക്ഷേ നേരിടാനുള്ള ധൈര്യം പോരാ. ഇതുവരെ ആലീസിന്റെ കാര്യം പറഞ്ഞ് ചതിച്ചൊന്ന് അവൾ എന്നോട് ചോദിച്ചിട്ടില്ല. അത് മനസ്സിൽ വെച്ച് കുത്തി നോവിക്കാനാ ശ്രമിച്ചത്. ഇനി അത് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണമാണ്. ദാസേട്ടനെ ഇത്ര അടുത്ത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുക എന്നുള്ളത് ഞങ്ങളുടെ ഈ ഒരു ജന്മത്തിലെ പുണ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ദാസേട്ടൻ ഒരിക്കലും ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമല്ല, പരസ്യമായ അഭിമാനമാണ്. കിറ്റെക്സ് ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ഫ്ലവേഴ്സിൽ. രേവതി ഇറങ്ങാറായില്ലേ? അമ്പിളിയെ തനിച്ചു നിർത്തി എങ്ങനെ പോകുന്നു ഓർത്തിട്ടാ വിഷമം. കൊള്ളാം, ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? ചേച്ചി വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞത് അതുകൊണ്ടാ. നിന്നോടിവിടെ നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ നിൽക്കാഞ്ഞിട്ടാണോ? അച്ചുവേച്ചി സമ്മതിക്കണ്ടേ? വന്നതിന്റെ പിറ്റേന്ന് മുതൽ പറയുക അമ്മ അവിടെ തനിച്ചല്ലേ ഉള്ളൂ, എന്നോട് പോവാൻ. അച്ചുവേച്ചി എത്താൻ വൈകുമെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ചെല്ല്. നീ വാതിലടച്ചിരുന്നോണേ മോളെ. ആരെങ്കിലും വന്നാ ജനലിലൂടെ നോക്കണം. നമുക്ക് പരിചയമുള്ള സ്ഥലമൊന്നുമല്ല. ഓരോന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാവുക. ആ അച്ചുവേച്ചി വന്നല്ലോ. ചേച്ചി, അച്ചുവേച്ചി എന്താ ബാങ്കിൽ നിന്ന് നേരത്തെ ഇറങ്ങിയേ? എന്താ സുഖമല്ലേ അച്ചുവേച്ചിക്ക്? മുഖം കണ്ടാലറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട്. പറ അച്ചുവേച്ചി. നിങ്ങൾ പോകാനിറങ്ങിയതല്ലേ? അതെ, എന്താ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ ഇന്ന് സംഭവിച്ചു. നമ്മളാരും പ്രതീക്ഷിക്കാത്തത്.
നിരഞ്ജന മോനുമായി സ്ഥലം വിടാൻ ഒരു ശ്രമം നടത്തി, സ്റ്റേറ്റ്സിലേക്ക്. എന്നിട്ട് അവള് പോയോ? ഇല്ല, വിശ്വനാഥൻ സാറ് നേരത്തെ അവളുടെ യാത്രയെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് വഴിയിൽ വെച്ച് തടയാൻ പറ്റി. ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നേരത്തെ ഭയന്നതാ. പക്ഷെ അച്ഛത് നിസ്സാരമായിട്ട് കണ്ടു. അപ്പൊ യാത്ര മുടങ്ങിയല്ലേ? കോടതിയിൽ കേസായത് അവൾ അറിഞ്ഞിരുന്നില്ലെന്നാ തോന്നുന്നത്. സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പോലീസ് തിരിച്ച് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാ നിങ്ങൾ ചെല്ല്, പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറില്ലേ? ഞങ്ങൾ കയറിട്ടേ പോകും. ചേച്ചി വിഷമിക്കല്ലേ, ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതല്ലേ അവളുടെ യാത്ര മുടങ്ങിയത്. ആ, നീ ചേച്ചിക്ക് ചായ കൊടുക്ക്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി, വാ. അച്ചുവേച്ചി വാ. എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ പറയണേ മാധവേട്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ടാബ്ലറ്റ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ തളർച്ചയൊക്കെ മാറി. അവളിപ്പോ പെരുമ്പടപ്പിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് അവൾ പോയില്ല. എന്ത് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ ചെല്ലും? ചെന്നാൽ തന്നെ ശ്രുതി ആ പടി കടത്തുമോ? എന്റെ മോൾ എവിടെ പോയിന്ന് അറിയാൻ ഒരു വഴിയില്ലല്ലോ എന്റെ ദൈവമേ. ഇങ്ങോട്ടൊന്നും വന്നുകൂടായിരുന്നു അവൾക്ക്. ഭാഗ്യം ആ സ്നേഹപ്രഭയൊന്നും വിളിക്കുക. എന്തിനു ഞാൻ അവളെ വിളിക്കണം? അവളുടെ ഭർത്താവാ എന്റെ മോളെ കസ്റ്റഡിയിൽ എടുത്തത്. ആ, അവള് വന്നല്ലോ. ഭാഗ്യം ചെന്ന് വാതിൽ തുറന്നേ. ഹലോ, ജസ്റ്റിസ് മാധവൻ ഉണ്ണിത്താനിൽ നിന്ന് ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. മക്കളുടെ കാര്യത്തില് അച്ഛനമ്മമാർ സ്വാർത്ഥരാവാറുണ്ട്. പക്ഷെ നിങ്ങൾ കാണിച്ചത് തരം താണ പണിയായിപ്പോയി. എൻ്റെ മോൾ ഇങ്ങനെ ഒരു സാഹസം ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താന്ന് വിശ്വനാഥൻ മറന്നു കളയണ്ട. നിങ്ങളുടെ മകൻ അവളെ ഒരു പടുകുഴിയിൽ കൊണ്ടുവന്ന് ചാടിച്ചു. എന്നിട്ട് ജീവനോട് അവളെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചു. നിങ്ങളും അതിന് കൂട്ടുനിന്നു. അതിൽ നിന്നും എൻ്റെ കുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിൽ എന്ത് തെറ്റാ ഉള്ളത്? മറ്റൊരു പെൺകുട്ടിയുടെ കുഞ്ഞുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ അത് ന്യായീകരിക്കാൻ കഴിയുന്നു? നിങ്ങളുടെ ഒരു ജഡ്ജിയല്ലേ. എന്റെ മോൻ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കാം. പക്ഷെ നിങ്ങളുടെ മോള് കാണിച്ചത് ചെറ്റത്തരവാ. മോൾക്കൊരു ജീവിതം വേണമെങ്കിലേ അച്ഛനായ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഡിവോഴ്സ് വാങ്ങി അവിടെ വേറൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കണമായിരുന്നു. ഒരു പാവം പെണ്ണിന്റെ കുഞ്ഞിനെ കവർന്നെടുത്ത് കടന്നു കളയാൻ ശ്രമിച്ചവളെ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത്? ഇനിയും കൂടുതൽ അപമാനത്തിലേക്ക് പോകണ്ടെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ അർച്ചനയ്ക്ക് തിരിച്ചു കൊടുക്കണം. അതിന് തയ്യാറായില്ലെങ്കിൽ ജസ്റ്റിസ് ഒയ്യാരത്ത് മാധവൻ ഉണ്ണിത്താന്റെ ശിരസ് ഭൂമിയോളം താഴേണ്ടി വരും. ആരും മാധവേട്ട വിളിച്ചത്? വിശ്വനാഥന വിളിച്ചു കുറെ ദേഷ്യപ്പെട്ടു. അയാൾ പറയുന്നത് കേട്ടല്ലേ പറ്റൂ. ശബരി എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മോളവിടെ? നിരഞ്ജന ഇവിടെ എത്തിയെന്നാ ഞാൻ കരുതിയത്. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവൾക്കൊപ്പം സ്റ്റേഷനിലേക്ക് ശബരി പോയില്ലേ? പോയിരുന്നു. അവിടുന്ന് ഇറങ്ങിയിട്ട് എന്നോടൊപ്പം വരാൻ നിരഞ്ജന തയ്യാറായില്ല. ഓൺലൈൻ ടാക്സി പിടിച്ച് കുഞ്ഞുമായിട്ട് അവള് പോയി. അവളിനി പെരുമ്പടപ്പ് ചെന്നിട്ടുണ്ടാവോ? അല്ലാതെ പിന്നെ എവിടെ പോകാൻ ആൻറ്റി? അവൾ അവിടെ ചെന്നിട്ടില്ല. ചെന്നെങ്കിൽ വിശ്വനാഥൻ അത് പറയുമായിരുന്നു. വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫാ. എന്തായാലും ശബരി ചെന്നൊന്ന് അന്വേഷിക്കേ. ശരിയല്ലേ? നിരഞ്ജനയുടെ 1-2 ഫ്രണ്ട്സിനെ എനിക്കറിയാം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവൾ ഇങ്ങോട്ട് വന്നാൽ എന്നെ ഒന്ന് വിവരം അറിയിക്കണം. ശരി. അച്ചുവേച്ചി, തലനാരിഴയ്ക്കാൻ മോളെ, മോനെ നമുക്ക് നഷ്ടപ്പെടാതിരുന്നത്. വിശ്വനാഥൻ സാറ് നിരഞ്ജനയുടെ നീക്കം അറിയാൻ 10 മിനിറ്റ് താമസിച്ചു പോയിരുന്നെങ്കിൽ അവൾ എൻ്റെ മോനെ കൊണ്ട് ഇവിടം വിട്ട് പോയേനെ. മോനെ അച്ചുവേച്ചിക്ക് തന്നെ കിട്ടും. കുറച്ചൊക്കെ പരീക്ഷിച്ചിട്ടാണെങ്കിലും അത് ദൈവം തെളിയിച്ചു തന്നല്ലേ.
അച്ചുവേച്ചിക്ക് അതിനുള്ള യോഗം ഇല്ലായിരുന്നെങ്കിൽ ആരും ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ മോളെ, നിരഞ്ജനയുടെ ശരിക്കുള്ള മുഖം ഞാനിന്ന് കണ്ടു. ഫൈസി സാറിന്റെ മുന്നിൽ വെച്ച് അവൾ എന്നെ പറയാൻ ഒന്നും ബാക്കി വെച്ചില്ല. പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ചും അവൾ എന്നെ ഒത്തിരി പരിഹസിച്ചു. അച്ചുവേച്ചി അതൊന്നും കാര്യമാക്കണ്ട. സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ കഴിയാത്തവരങ്ങനെയാ. എന്ത് അർഹതയുണ്ട് ആ സ്ത്രീക്ക്? മറ്റൊരാളുടെ കുഞ്ഞുമായി കടന്നു കളയാൻ നോക്കിയതും പോരെ, പിന്നെ അതിന്റെ പഴിയും കേൾക്കണോ? അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കാ വേണ്ടേ? ഒരിക്കൽ ദ്രോഹിച്ച മനുഷ്യൻ തന്നെ എനിക്കിപ്പോൾ രക്ഷകനായി വന്നു. നിരഞ്ജനെ ഒഴിവാക്കണമെങ്കിൽ വിശ്വനാഥൻ സാറിന് കണ്ണടച്ചാൽ മതിയായിരുന്നു. അവർക്ക് വേണ്ടത് അവരുടെ കുഞ്ഞിനെയാ. അച്ചുവേച്ചി കൊണ്ട് കേസ് കൊടുപ്പിച്ചതും അതിനു വേണ്ടി തന്നെയാ. അല്ല, ഇനി എന്താ നടക്കാൻ പോകുന്നേ? കേസായ നിലയ്ക്ക് നിരഞ്ജനിക്ക് മോനെയും കൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. കേസ് പറയേണ്ടി വരും. പിന്നെ കുഞ്ഞിനെ സ്വന്തമാക്കാനുള്ള തെളിവുകളൊക്കെ അവൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. അതൊന്നും വിലപ്പോവില്ല. മോനെ അവർക്ക് കിട്ടാനേ വിധിയെങ്കിൽ കേസിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അവരിപ്പം നടത്തിയ ശ്രമം വിജയിച്ചേനെ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും എന്താ അച്ചുവേച്ചിയുടെ മുഖം തെളിയാത്തത്? അത് മോളെ, കേസ് തുടങ്ങി കഴിയുമ്പോ കുഞ്ഞിന്റെ അച്ഛൻ സുധിയാണെന്നുള്ള വിവരം പുറത്തു വരും. അതിലെന്ത് അപമാനം ഉള്ളത്? ബാങ്കിലും വാർത്ത എത്തില്ലേ മോളെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നാ അവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ഞാൻ സുധി അവിടെ വെച്ച് കണ്ടു എന്നുള്ള അറിവ് മാത്രമേ അവർക്കുള്ളൂ. ഒരു ബന്ധമില്ലാത്തവരായി ഞങ്ങൾ അഭിനയിക്കുകയായിരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ രാജയൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും എനിക്കറിയില്ല മോളെ. അവരെന്തെങ്കിലുമൊക്കെ വിചാരിച്ചോട്ടെ, അത് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല ചേച്ചി. എന്തൊക്കെ പറഞ്ഞാലും അച്ചേച്ചിക്ക് ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല. കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഞങ്ങളാരും അച്ചേച്ചിയുടെ മോനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. ഇനിയും അച്ചേച്ചി സുധിസാറിന്റെ നേരെ മുഖം തിരിച്ച് നിൽക്കരുത്. മോന്റെ അച്ഛൻ സുധിസാറാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. ആ പിന്നെ ഒരു കാര്യം ഓർക്കണം, മോനെ തിരിച്ചു കിട്ടാൻ പോകുന്നത് സുധിസാറിന്റെ അച്ഛൻ കാണിച്ച സന്മനസ്സുകൊണ്ടാ. ഇപ്പൊ അച്ചേച്ചിക്ക് അവരോട് വലിയ കടപ്പാടുണ്ട്. ആ കടപ്പാട് ബന്ധമായിട്ട് തീരണം. ഞാൻ പോയി ചായ കൊണ്ടുവരാം. അച്ചേച്ചി ഡ്രസ് ചേഞ്ച് ചെയ്യും. എടാ, നീ അവിടെ നിന്നേ. എന്താമേ? എടാ, ശബരിയുമായിട്ട് ഒരു പ്രശ്നത്തിന് നീ ഇപ്പൊ പോകരുത്. എത്ര കൃത്യമായിട്ട് അമ്മ ഇത് എന്നോട് പറഞ്ഞു. അവനെ നേരിലൊന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോ പോകുന്നത്. എടാ, അവനെ നീ അവന്റെ വഴിക്ക് വിട്. അവൻ ഇനി ഒന്നും ചെയ്യാനാകില്ല. എനിക്കവനെ അങ്ങനെ വിട്ടുകളയാനാവില്ല. അവൻ ചെയ്തത് എന്താണെന്ന് അമ്മ ഇത്ര വേഗം അങ്ങ് മറന്നു കളയരുത്. എന്റെ ജീവിതത്തിൽ അവന്റെ നിഴൽ പോലും ഇനി വീഴരുത്. അമ്മ ചെന്ന് നോക്ക ആരാണെന്ന്. നിക്കടിയവിടെ. സംസാരിക്കുന്നെങ്കിൽ അത് മാന്യമായിട്ട് മതി. സുധിക്കെന്താ വേണ്ടേ? നീ ഇതെവിടേക്കാ കയറി പോകുന്നത്? ഞാനും എൻ്റെ കുഞ്ഞും സുധിയുടെ ജീവിതത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകാൻ തയ്യാറായതാ. പക്ഷേ നിങ്ങൾ എന്നെ തടഞ്ഞു. ഒഴിഞ്ഞു പോകണ്ടെന്നാ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? നിങ്ങൾക്കൊരു ബാധ്യതയും ശല്യവുമാകാൻ വീണ്ടും എനിക്കും എൻ്റെ മോനും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നു. അത് ഞങ്ങളുടെ കുറ്റമാണെന്ന് ഇനി പറയരുത്. നീ മോനെയും കന്നേ. വേണ്ട, അവൻ എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. നിനക്ക് നാണം ഉണ്ടോടി മറ്റൊരുത്തിയുടെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കാൻ? നാണം കെട്ട് പെരുമാറുന്നതേ നിങ്ങളാ. സുധീര ആരാ ഞാൻ? നിങ്ങളുടെയൊക്കെ ആരാ നിരഞ്ജന? പറ. ഈ കുഞ്ഞെന്റേതല്ലെന്ന് എന്ത് അടിസ്ഥാനത്തിലാ നിങ്ങൾ പറയുന്നേ? എന്റെ കുഞ്ഞാണെന്ന ബോധം കൊണ്ടാ ഞാൻ ഇവനെ കൊണ്ട് പോയത്.
അർച്ചനയെ സുധി വേഷം കെട്ടിച്ച് എന്റെ വീട്ടിലെ അടുക്കളക്കാരിയായി കൊണ്ടുവന്നാ ഈ കുഞ്ഞ് എന്റേതല്ലാതായി തീരൂ. അർച്ചനയ്ക്ക് മാത്രമല്ല, ഏത് സ്ത്രീക്കും മറ്റൊരുത്തിയുടെ കുഞ്ഞ് തന്റേതാണെന്ന അവകാശവാദവുമായി കോർട്ടിൽ വരാം. കോടതി അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ ബാധ്യസ്ഥവുമാണ്. നാളെ അമ്മയുടെ ഈ മകൻ തന്റേതാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീ കോടതിയെ സമീപിച്ചാലോ? അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ വളർത്തുന്ന എന്റെ കുഞ്ഞ് എന്റേതാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. അതിനെനിക്ക് കഴിയാതെ വരുമ്പോ പോരെ ഈ പരിഹാസവും പുച്ഛമൊക്കെ. സുധിക്കും അർച്ചനയ്ക്കും ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാ ഞാനും എന്റെ മോനും ഒഴിഞ്ഞു തരാന്ന് വെച്ചത്. നിങ്ങൾ അതിന് തയ്യാറല്ലാത്തതുകൊണ്ട് എന്റെ യാത്ര തടഞ്ഞു. അതിൽ ഞാൻ തോറ്റുപോയെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. കേസിന്റെ വിധി വരുന്നതുവരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ജീവിക്കും. എന്റെ ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല.